Good morning all. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 4, 2025 വെള്ളിയാഴ്ച. എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്നത്തെ ഒരു ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നിഫ്റ്റി ഏകദേശം ഒരു 82 പോയിന്റ് നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അതായത് 0.35% ഇടിവിലാണ് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തത്. നേരെ മറിച്ച് നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഏകദേശം 249 പോയിന്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതായത് 0.5% പോസിറ്റീവിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം സെൻസെക്സിന്റെ കാര്യം നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ 322 പോയിന്റ് നെഗറ്റീവിലാണ് സെൻസെക്സ് ക്ലോസ് ചെയ്തത്. അതായത് ഒരു 0.42% നെഗറ്റീവിലാണ് ഇന്നലെ സെൻസെക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റിൽ മിക്ക US മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം നെഗറ്റീവിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി നോക്കുവാണെങ്കിൽ ഒരു പോസിറ്റീവ് ട്രെൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം ഗ്ലോബൽ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു സെൽ ഓഫ് ആണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഒരു സെൽ ഓഫുകളൊന്നും അധികമായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിച്ചിട്ടില്ല. ഒരു ചെറിയ രീതിയിൽ ബാധിച്ചെങ്കിൽ പോലും ഒരു വലിയ രീതിയിലേക്കുള്ള ഒരു ബാധകം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ടില്ല. നമുക്കറിയാം രാവിലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഓപ്പൺ ചെയ്തത് ഒരു 300 പോയിന്റ് മൈനസിലാണ് ഓപ്പൺ ചെയ്തത്. പക്ഷെ നമ്മൾ നിഫ്റ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ നേരെ 189 പോയിന്റ് ലോസിൽ മാത്രമാണ് നിഫ്റ്റി ഇന്നലെ ഓപ്പൺ ചെയ്തത്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ് ഡൗൺ ആണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും ഗിഫ്റ്റ് നിഫ്റ്റി പ്രകാരം നമ്മൾ നല്ലൊരു ഗ്യാപ് ഡൗൺ ആണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും ഏകദേശം ഒരു 189 പോയിന്റ് നെഗറ്റീവിൽ മാത്രമാണ് നിഫ്റ്റി ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അത് നല്ല രീതിയിലുള്ള ഒരു റിക്കവറി നടത്തി ഏകദേശം -82 പോയിന്റ് വരെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇന്നലെ പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ബാങ്കിങ് സെക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ഇത് നല്ലൊരു ന്യൂസ് തന്നെയാണ്. അതേപോലെ തന്നെ എല്ലാ ബാങ്കുകൾക്കും ഒരു നമുക്ക് കുതിപ്പും കൂടെ ഇതിനകത്തൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ബാങ്ക് നിഫ്റ്റി ഇത്ര കയറാനുള്ള കാരണം സ്മോൾ ഫിനാൻസിങ് ബാങ്കിങ്ങിൽ ഉണ്ടായിരുന്ന നല്ലൊരു മുന്നേറ്റം തന്നെയാണ്. ആ ഒരു റാലിയാണ് ഈ ബാങ്ക് നിഫ്റ്റിനെ നല്ല രീതിയിലേക്ക് ഹൈയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ US താരിഫിനെ പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതിക്കും US 26% താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയിപ്പോ ചൈനയ്ക്കാണെങ്കിൽ 34%, വിയറ്റ്നാമിന് 46%, അതേപോലെ യൂറോപ്യൻ യൂണിയനിന് 20% താരിഫ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാം റെസിപ്രോക്കൽ താരിഫ്. വിവിധ രാജ്യങ്ങളുടെ റെസിപ്രോക്കൽ താരിഫ് നിങ്ങൾക്ക് ഇപ്പം സ്ക്രീൻ നോക്കിയാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇനി നോക്കുവാണെങ്കിൽ US ഡോളറിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ കനേഡിയൻ ഡോളർ നല്ലൊരു സ്ട്രെങ്ത് ആണ് പ്രാപിച്ചിട്ടുള്ളത്. ഏകദേശം 4 മാസത്തെ ഹൈയിലാണ് ഇപ്പം ഈ കനേഡിയൻ ഡോളർ ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്ട്രെങ്ത് ആണ് നമുക്ക് ഇതിനകത്തൂടെ കാണാൻ പറ്റുന്നത്. അപ്പം ഫോറക്സ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ അവർ ഇതൊക്കെ വാച്ച് ചെയ്തിട്ട് വേണം നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി. അവർക്കും നല്ലൊരു ന്യൂസ് ആണിത്. അതേപോലെ തന്നെ നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നലെ നമ്മുടെ കമ്മോഡിറ്റി മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു ബ്ലഡ് ബാത്ത് ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം നോക്കുവാണെങ്കിൽ 500 പോയിന്റ്, അതായത് 8% ഇടിവാണ് ക്രൂഡ് ഓയിൽ ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പം ക്രൂഡ് ഓയിൽ സെല് ചെയ്തവർക്കൊക്കെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഓപ്ഷൻസിൽ ബൈ ഒക്കെ ചെയ്തവർക്ക് നല്ല രീതിയിലുള്ള ലോസും സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പം നല്ല രീതിയിലുള്ള ഒരു ബിയറിഷ്നെസ് ആണ് ക്രൂഡ് ഓയിൽ നമുക്ക് കാണാൻ പറ്റിയത്. അതേപോലെ തന്നെ ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകൾ ഇനി വരാനുണ്ട്. US-ൽ നിന്ന് US ഫെഡ് ചെയർപേഴ്സൺ ആയ ജെറോം പൗളിന്റെ സ്പീച്ച് ഇന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് US-ന്റെയും അതേപോലെ കാനഡയുടെയും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഫ്ലക്ച്വേഷൻ വോളറ്റൈൽ ആയിരിക്കും നമ്മുടെ ഫോറക്സ് മാർക്കറ്റ് എല്ലാം. അപ്പൊ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വിജിലന്റ് ആയിരിക്കണം. നല്ല രീതിയിൽ ന്യൂസുകളൊക്കെ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഇനിയിപ്പം ഇന്ത്യയിലെ ഇന്നലത്തെ സ്റ്റോക്ക് മാർക്കറ്റിലെ ടോപ്പ് മൂവേഴ്സിനെ പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ടോപ്പ് ഗെയിനേഴ്സിനെ പറ്റി ആദ്യമേ കാണാം. നമുക്കറിയാം പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏകദേശം 4.3% ഇന്നലെ ഒരു പോസിറ്റീവ് റാലിയാണ് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ സൺ ഫാർമസ്യൂട്ടിക്കൽ ആണെങ്കിൽ 3.29% പോസിറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അൾട്രാടെക് സിമെന്റ് ആണെങ്കിൽ 3.16% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇനിയിപ്പോ നമുക്ക് ടോപ്പ് ലൂസേഴ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ നമുക്കറിയാം ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഏകദേശം 3.97%
നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ടെക് മഹീന്ദ്ര 3.7% ലൂസിലും, അതേപോലെ തന്നെ HCL ടെക്നോളജി 3.76% നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ FIDAS ഡാറ്റ, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഇവരുടെ ഡാറ്റ എടുത്തോളം നമ്മൾ നോക്കുവാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഏകദേശം 2806 കോടിയുടെ സെല്ലാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നലെ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ DASനെ പറ്റി നോക്കുവാണെങ്കിൽ 221 കോടിയുടെ ബൈ ആണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നടന്നിട്ടുള്ളത്. ടോട്ടൽ നമ്മൾ നെറ്റ് നോക്കുവാണെങ്കിൽ 2585 കോടിയുടെ സെല്ലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. അപ്പം ഇത്രയും ചേഞ്ചസ് ഒക്കെ വന്നത് കാരണമാണ് ഇന്നലെ നിഫ്റ്റി ഒക്കെ ക്ലോസ് ചെയ്തത് വളരെ നെഗറ്റീവില്, വളരെയുള്ള ഒരു ഫ്ലാറ്റിന് തൊട്ട് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് ഇന്ന് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ടും അതേപോലെ മേജർ റെസിസ്റ്റൻസും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പൊ സ്ക്രീനിൽ കാണുന്നതാണ് മേജർ സപ്പോർട്ടും മേജർ റെസിസ്റ്റൻസും. നമുക്ക് സപ്പോർട്ട് പറയുന്നത് 23,138 ആണ്. അതേപോലെ തന്നെ 23,162. ഈ ഒരു സോൺ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ വരക്കണം, വരച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മുടെ റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ 23,306 മുതൽ 23,350 വരെയാണ് റെസിസ്റ്റൻസ് ഉള്ളത്. നിങ്ങൾ ഡെയിലി ട്രേഡ് ചെയ്യുന്നവരെ, ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ചാർട്ടിൽ ഡ്രാഗ് ചെയ്തിട്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. ഈ ഒരു മേജർ സോണുകളിലെ ഇന്ന് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് വേണം ഇന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള എന്തെങ്കിലും സജഷൻസ്, അതേപോലെ തന്നെ പുതിയ പുതിയ അറിവുകൾ, കണ്ടന്റ് കാര്യങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പുതിയ പുതിയ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ അപ്ഡേറ്റ്സ് അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പൊ നിങ്ങൾക്ക് ഇന്നും ഒരു പ്രോഫിറ്റബിൾ ദിനം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്, ജോബി മാർക്കോസ്.